BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. ഇന്ത്യൻ ക്രിക്കറ്റിലെ മലയാളി തിളക്കം സഞ്ജു സാംസൺ രാഷ്ട്രീയ ഗോതയിലേക്ക് ഇറങ്ങുന്നു എന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു. സഞ്ജുവിന് ഇന്നേ വരെ ഒരു കായിക താരത്തിനും ലഭിക്കാത്ത ആദരവ് സംസ്ഥാന സർക്കാർ നൽകാൻ പദ്ധതിയിട്ടിരിക്കുകയാണ്. ഇതിന് പിന്നാലെയാണ് കോവളം മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി സഞ്ജുവിനെ പരിഗണിച്ചേക്കാം എന്ന സൂചനകൾ ലഭിക്കുന്നതും ഞങ്ങളത് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നൽകിയതും. എന്തായാലും ഈ ഒരു വാർത്തയോട് സോഷ്യൽ മീഡിയയിൽ സമ്മിശ്രമായ പ്രതികരണങ്ങളാണ് വന്നിരിക്കുന്നത്. നിരവധി ആളുകളാണ് അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെയായി പ്രതികരണങ്ങൾ നൽകിയിരിക്കുന്നത്. നമുക്കതിൽ ശ്രദ്ധേയമായ 1-2 കമന്റുകൾ നോക്കാം. ഒന്നാമത്തെ കമന്റ് ഒരു ഷാജഹാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങേര് ഉറക്കത്ത് പോലും കണ്ടിട്ടുണ്ടാവില്ല, ഇതിന് പറയുക വാർത്താ ദാരിദ്ര്യം ആണെന്നാണ്. ഷാജഹാൻ, ഇതിനെ എങ്ങനെ ഒരു വാർത്താ ദാരിദ്ര്യം എന്ന് പറയാൻ പറ്റും? കോവളത്തെ നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണിത്. ഒരു കാലത്ത് നമുക്കറിയാം, നീലലോഹിത ദാസാൻ നാടാറിലൂടെ LDFിനൊപ്പം നിന്നിരുന്ന കോവളം മണ്ഡലം ഇന്ന് M വിൻസെന്റിലൂടെ കോൺഗ്രസ് ഇങ്ങനെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുകയാണ്. മണ്ഡലത്തിൽ പഴയ ശക്തി തിരിച്ചു പിടിക്കാൻ ജനതാദളിനും കഴിയുന്നില്ല എന്നുള്ളൊരു തിരിച്ചറിവ് LDFിനുമുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരു ക്ലീൻ ഇമേജ് ഉള്ള ഒരു സെലിബ്രിറ്റിയെ സ്ഥാനാർത്ഥിയായി ഇറക്കി മണ്ഡലം പിടിച്ചെടുക്കാനുള്ള ആലോചനകൾ നടക്കുന്നു എന്നതിൽ തെറ്റില്ല, അല്ലെ? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സഞ്ജു സാംസൺ സ്ഥാനാർത്ഥിയാകുമെന്ന് ഞങ്ങൾ എങ്ങും ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല. സംസ്ഥാന സർക്കാർ അദ്ദേഹത്തിന് നൽകാൻ പോകുന്ന വലിയ ആദരവും കോവളം തിരിച്ചു പിടിക്കാനുള്ള LDFിന്റെ തന്ത്രങ്ങളും ചേർത്ത് വായിക്കുമ്പോൾ, അതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഇത്തരമൊരു സാധ്യത രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നു എന്ന് മാത്രമാണ് നമ്മൾ സൂചിപ്പിച്ചത്. ഏതായാലും വരും ദിവസങ്ങളിൽ ഇതിൽ കൂടുതൽ വ്യക്തത വരുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. രണ്ടാമത്തെ കമന്റ്, ശ്രദ്ധേയമായ ഒരു കമന്റ്, ആൻസി ഡൊമിനിക് ആണ് പ്രതികരണം നടത്തിയിരിക്കുന്നത്. സഞ്ജു ക്രിക്കറ്റിൽ മാത്രം ശ്രദ്ധ കൊടുക്കുക, രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ ഉള്ള വിലയും പോകും. തീർച്ചയായും നമുക്കറിയാം, സഞ്ജു ഇപ്പോൾ കരിയറിന്റെ അദ്ദേഹത്തിന്റെ ഏറ്റവും ഒരു മികച്ച ഫോമിലാണ് നിൽക്കുന്നത്, പീക്ക് ഫോമിൽ. എന്നാൽ കായിക താരങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് ഇന്ത്യയിൽ പുതിയൊരു കാര്യവുമല്ല. സഞ്ജുവിനെ പോലെ യുവാക്കൾക്ക് സ്വാധീനമുള്ള ഒരാൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് ഗുണകരമാകുമെന്ന് കരുതുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. എങ്കിൽ തന്നെയും ക്രിക്കറ്റിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ കരിയറിനെ ബാധിക്കുമെന്നുള്ള ആശങ്ക സ്വാഭാവികമാണ്. മറ്റൊരു കമന്റ് ബാബു MK ആണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതോടെ തീർന്നു സഞ്ജുവിന്റെ വെടിക്കെട്ട് എന്നാണ്. നോക്കൂ, രാഷ്ട്രീയവും കായികവും 2 വ്യത്യസ്ത തട്ടുകളാണ്. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയാൽ ക്രിക്കറ്റിൽ ആ ഒരു പഴയ ഫ്രീഡം നഷ്ടപ്പെടുമെന്നും വിവാദങ്ങളൊക്കെ ഇങ്ങനെ തുടരെ വരുമെന്നും ഒക്കെ ആരാധകർ ഭയപ്പെടുന്നുണ്ട്. അതും സ്വാഭാവികമാണ്. എന്നാലും ആ ഒരു വെടിക്കെട്ട് ബാറ്റിംഗ് മൈതാനത്ത് തന്നെ തുടരണമെന്നാണ് ഞാൻ അടക്കമുള്ള ഭൂരിഭാഗം പേരുടെയും ആഗ്രഹം. മറ്റൊരു ശ്രദ്ധേയമായ കമന്റ് ശശിധരൻ മാമ്പുള്ളിയാണ് നൽകിയിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത്, ഈ വീഡിയോ ചെയ്യുന്നവർ മരമണ്ടന്മാരാണെന്ന് അവർ തന്നെ ബോധ്യപ്പെടുത്തുന്നു, പക്ഷെ സഞ്ജു മണ്ടനല്ലല്ലോ എന്നാണ്. അത് കൊള്ളാം. പക്ഷേ ഇതൊരു വ്യക്തിപരമായ അധിക്ഷേപമായിട്ട് ഏതായാലും ഞാൻ കാണുന്നില്ല. രാഷ്ട്രീയ റിപ്പോർട്ടുകളൊക്കെ പലപ്പോഴും നമുക്കറിയാം അണിയറ നീക്കങ്ങളെയൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് പുറത്തു വരുന്നതാണ്. സഞ്ജുവിനെ പോലെ ഒരു ബുദ്ധിമാനായ ഒരു താരം തന്റെ കരിയറിന്റെ ഇത്തരം ഘട്ടത്തിൽ ഇങ്ങനൊരു തീരുമാനം എടുക്കുമോ എന്നുള്ള നിങ്ങളുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. പക്ഷേ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തത് നിലവിലത്തെ രാഷ്ട്രീയ ചർച്ചകളെ കുറിച്ച് മാത്രമാണ്. അടുത്ത കമന്റ് അദീന വി പ്രതീഷാണ്. അവർ പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് വേറൊരു പണിയുമില്ലേ? നല്ല ചോദ്യം. അങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്താ ഇപ്പൊ പറയാ? ജനശ്രദ്ധയുള്ള വിഷയങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ പൊതുവെ ചർച്ച ചെയ്യപ്പെടേണ്ട അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ട വിഷയങ്ങളെ റിപ്പോർട്ട് ചെയ്യപ്പെടുക, നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് മാധ്യമങ്ങൾ പൊതുവെ ചെയ്യുന്ന ധർമ്മം എന്ന് പറയുന്നത്. അതാണ് മാധ്യമങ്ങളുടെ ധർമ്മം. സഞ്ജുവിനെ പോലെ ഒരു താരം രാഷ്ട്രീയ പ്രവേശനത്തിന് തയ്യാറെടുക്കുന്നു എന്നുള്ള സൂചന ലഭിക്കുമ്പോൾ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്ന പണിയാണ് ഞങ്ങളും സ്വാഭാവികമായി ചെയ്തത്. അടുത്തത് ഏണസ്റ്റ് എന്ന് പറയുന്ന ആളിട്ടിരിക്കുന്ന കമന്റ് ആണ്. എക്സലന്റ് ബട്ട് ഹി കാൻറ്റ് അക്സെപ്റ്റ് വെയിറ്റ് ഫോർ ആഫ്റ്റർ 10 years. അത് യോജിക്കുന്നു. ഏറ്റവും ലോജിക്കലായിട്ടുള്ള ഒരു നിരീക്ഷണമാണ് ഏണസ്റ്റ് നടത്തിയിരിക്കുന്നത്. സഞ്ജുവിന് നമുക്കറിയാം, സഞ്ജുവിന് മുന്നിൽ ഇനിയും വർഷങ്ങളുടെ ക്രിക്കറ്റ് കരിയർ ബാക്കിയുണ്ട്. ഇപ്പോൾ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിനേക്കാളും കരിയർ പൂർത്തിയാക്കി ആക്കിയതിനു ശേഷം അത്തരമൊരു തീരുമാനത്തിലേക്ക് കടക്കുന്നതാകും ഉചിതമെന്ന് പലരും കരുതുന്നുണ്ട്. അതിനോട് ഞാനും യോജിക്കുന്നു. ഇത് മാത്രമല്ല, കമന്റ് ബോക്സ് നോക്കി നമുക്ക് കാണാം, നിരവധി കമന്റുകളാണ് വന്നിട്ടുള്ളത്. അതിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ചിലത് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചെന്നേ ഉള്ളൂ. ഏതായാലും സഞ്ജു സാംസൺ എന്ന കായിക താരത്തോടുള്ള മലയാളി പ്രേക്ഷകരുടെ ഒരു സ്നേഹവും കരുതലുമൊക്കെയാണ് ഈ കമന്റുകളിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരും അതല്ല അദ്ദേഹം ക്രിക്കറ്റിൽ തന്നെ തുടരണമെന്ന് ആഗ്രഹിക്കുന്നവരും ഇവിടെയുണ്ട്. രാഷ്ട്രീയ മാറ്റങ്ങൾ പൊതുവെ നമുക്കറിയാം പ്രവചനാതീതമാണ്. കോവളം മണ്ഡലത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളൊക്കെ മാറ്റിമറിക്കാൻ LDF ഇത്തരമൊരു നീക്കം നടത്തുമോ എന്ന ചോദ്യം ഇപ്പോഴും സജീവമായി നിലനിൽക്കുന്നുണ്ട്.
ഇപ്പോൾ സഞ്ജു തന്റെ കരിയറിന്റെ ഒരു സുവർണ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അദ്ദേഹം എന്ത് നിലപാട് സ്വീകരിക്കും എന്നതാണ് ഇനി നമുക്ക് അറിയേണ്ടത്. ഒരു കാര്യം ഉറപ്പാണ്, സഞ്ജു സാംസൺ എന്ന വ്യക്തിത്വം എവിടെയാണെങ്കിലും ഏത് ഫീൽഡിലാണെങ്കിലും അത് മലയാളികൾക്ക് എന്നും ആവേശമായിരിക്കും. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി.